എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ മാത്രമല്ല, കൂടെ അമ്മയും കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് റെസിപ്പി എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിനു മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് കിട്ടിയത് അമ്മക്കാണ്. അമ്മേനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല മാം, വലിയ താങ്ക്സ് അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഒരുപാട് താങ്ക്സ്. അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ പേരെന്താന്ന്, അമ്മ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെ പറഞ്ഞോ പേരും സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞു. എൻ്റെ പേര് പ്രേമലത എന്നാണ്. ഞാൻ അരോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് അരോളി അമ്മേൻ്റെ സ്കൂള്. അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അമ്മ വീട്ടിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം അമ്മേനെ കിട്ടുള്ളൂ, രാവിലെ തന്നെ കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നല്ല രസമാണ്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അമ്മേനെ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മ റെസിപ്പീനെ കുറിച്ച് പറയാൻ തോന്നുന്നല്ലേ. റെസിപ്പി എന്ന് പറയുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പാലക്കാടൻ ചീടയാണ്. അമ്മേൻ്റെ നാട് ശരിക്കും പാലക്കാടാണ്. അമ്മമ്മയുടെ നാട് പാലക്കാടാണ്. അമ്മമ്മ ഇപ്പോൾ ഇല്ല. അപ്പോൾ എൻ്റെ സ്ലാങ് പോലെ ആയിരിക്കില്ല അമ്മേൻ്റെ സ്ലാങ്. കണ്ണൂരാണെങ്കിലും അമ്മ ചെറുപ്പത്തിലൊക്കെ പാലക്കാടായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ സ്ലാങ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുറേ ആൾ എൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെയാണ്, കാണാൻ ഒരുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേയും അമ്മേനെ കാണാൻ എൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാടൻ ചീടയാണ് ഉണ്ടാക്കുന്നത്. അത് കുറേ ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അമ്മ? പലതരം ഉണ്ടാക്കാറുണ്ട്. ഞാൻ വളരെ സിമ്പിളായ മെത്തേഡിലാണ് ഉണ്ടാക്കാമെന്ന് മോളോട് പറഞ്ഞിരിക്കുന്നത്. കുറേ ടൈപ്പ് എന്തെല്ലോ ഓരോ ഇൻഗ്രീഡിയൻറ്റ് മാറ്റിയാൽ കുറേ ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ തട്ടകത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പം പൊടി, പത്തൽ അല്ലെങ്കിൽ ഇടിയപ്പം ആക്കുന്ന പൊടി എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, പിന്നെ കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം കുറച്ച് വേണം. പിന്നെ ഒരു മുറി തേങ്ങ, മറ്റേ സാധാ പുട്ടുപൊടിയായാലും പുട്ടുപൊടിയോടെ ഞാൻ ആക്കാറുണ്ട്. ഇനി അതല്ല, ചിലപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ട് അരച്ചിട്ട് ടൈറ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ ആക്കാം. അങ്ങനെ എങ്ങനെയായാലും ആക്കാം. പക്ഷെ നമുക്ക് എളുപ്പത്തിന് റെഡിമെയ്ഡ് പൊടിയാകുമ്പോൾ എളുപ്പമല്ലേ. അതുകൊണ്ട് പത്തിരിപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആകും. അമ്മയിൽ മുന്നേ ഉണ്ടാക്കിച്ച് കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടെ സോഫ്റ്റ് ആകും പത്തിരിപ്പൊടി ആകുമ്പോൾ. പത്തിരി ഇടിയപ്പം പൊടി ഏതായാലും മതി. അതുകൊണ്ട് പത്തിരിപ്പൊടിയാണ് ഒരു 250 ഗ്രാം അല്ലേ? വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഉഴുന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർക്കാം നമുക്ക് ഇതിന്റെ കൂടെ. എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ എള്ളും കൂടി ചേർക്കാം, എന്നാലും നല്ല രുചിയാണ്. പൊതുവെ ഈ ചീടൊക്കെ ഒരു രുചി കൂടുതലാണ്. പിന്നെ നമുക്ക് ഇത് ഇപ്പൊ ആക്കുന്നത് ഒരു ദിവസം 2 ദിവസത്തേക്ക് പറ്റും. ഇനി ഇത് കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഈ തേങ്ങ ഒന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങ ചേർത്ത് 2 ദിവസം കഴിയുമ്പോൾ അത് എണ്ണ കാരം. അപ്പൊ അത് നമുക്ക് തിന്നാൻ കൊള്ളൂല. ഇതിപ്പോ നമ്മളിപ്പോ ഒരാവശ്യത്തിന്, ഇന്നത്തെ ആവശ്യത്തിന് അപ്പൊ കൂടുതൽ ദിവസം നമുക്ക് വെക്കാൻ പറ്റും. അമ്മമ്മേനെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ തേങ്ങ ഒരു ദിവസം 1-2 ദിവസം മാക്സിമം. ഈ തേങ്ങ ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത്ര കുറച്ച് ഡ്രൈ ആക്കി എടുത്താൽ അമ്മ പറയുന്നതിന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എന്നാലും 2-3 ദിവസത്തേക്ക് കൂടെ വെക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഈ 3 സാധനം മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇതിന് ആകെ 5 മിനിറ്റേ വേണ്ടൂ. അപ്പൊ തന്നെ ഉണ്ടാക്കി ഗസ്റ്റ് എല്ലാം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു 4 മണി പലഹാരമാണ് ഇത്. അപ്പൊ ഇനി ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പും വെള്ളം, കുഴക്കാൻ ആവശ്യമായ വെള്ളം. അപ്പൊ നമുക്ക് കുഴക്കാം അല്ലേ? ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കിയതിന് ശേഷം ഇപ്പോഴേ തേങ്ങയും ജീരകവും ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം ചേർത്ത് സാവധാനം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് ടൈറ്റാക്കി കൊണ്ടുവരണം. മാവ് ഈ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകവും തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ലോണം കുഴച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതി അല്ലേ? അത്രേ വേണ്ടു. നല്ലോണം കുഴച്ചതിന് ശേഷം ചേർക്കുക. ഇനി തേങ്ങയും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. രണ്ടും ഒരുമിച്ച് ചേർത്ത് ഇനി വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാം. അവർക്ക് ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ അതിനെ മാവ് കുഴച്ചെടുക്കുക.
ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം? റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ ആക്കാം. പണ്ട് അമ്മയെല്ലാം ആക്കുന്ന കണ്ടിട്ടില്ലേ? അമ്മയെല്ലാം അന്നേരം പൊടിയൊന്നല്ല അവർ ഉപയോഗിക്കുക, അവർ അമ്മിക്കല്ലിൽ അരച്ചിട്ടല്ലേ അവര് എപ്പോഴും ആക്കുക. അമ്മിക്കല്ലിൽ അരച്ച് മാവെല്ലാം തയ്യാറാക്കിയ ശേഷം ഒരു വെള്ളമുണ്ട് അരക്കുന്നില്ലല്ലോ നമ്മളിപ്പം വേഗം ഈസി പണിയല്ലേ, ഈസി ആയിട്ട് പൊടിയെല്ലാം വാങ്ങിച്ച് അത് കുഴക്കുന്ന. അപ്പോൾ അതിൻ്റെതായ ഒരു നല്ല പോലെ കുഴച്ചെടുക്കുക. നല്ല പോലെ കുഴച്ച് നമ്മൾ ഉരുളകളാക്കാൻ പറ്റണം നമുക്കിത്. ചെറിയ ചെറിയ അധികം ലൂസാവാൻ പാടില്ല, അധികം ലൂസാവാൻ അപ്പോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. അതിന് ശേഷം അടുപ്പിലെണ്ണ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചെറിയ ചെറിയ ബോളുകളാക്കി അതിലെടുക്കുക, വറുത്ത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് മാവ് ഏകദേശം നമ്മുടെ പരുവമായിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് നല്ലോണം മാവെല്ലാം കുറച്ചും കൂടെ കുഴക്കും തോറും സോഫ്റ്റ് ആയി വരുമല്ലോ. നോക്കണമെങ്കിൽ ഈ സമയത്തൊന്ന് നോക്കിയേക്കണേ. എന്നിട്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ല വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് നമ്മളുടെ ഉപ്പ് കറക്റ്റാണ്. ഇപ്പം കുറച്ച് ഉപ്പ് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്നാക്സ് എല്ലാം ആകുമ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുറയണം, അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ എൻ്റെ പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഉരുളകളാക്കുമ്പോൾ കൈക്ക് ഒട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വരട്ടിയാൽ മതി. കുറച്ച് എണ്ണ വരട്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്കിഷ്ടത്തിനുള്ള വലിപ്പം. കുറച്ച് ചെറുതാണെങ്കിൽ നമ്മളൊരു എണ്ണ വെച്ച് ഇങ്ങനെ നല്ല പോലെ ഉരുട്ടി എടുക്കുക. ഇപ്പോൾ കറക്റ്റ് പാകമായി തോന്നുന്നു. ഉരുള കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതാ ഈ പരുവത്തിൽ ഇത് ബോള് വലുതും ചെറുതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാക്കാൻ പറ്റും. ഒരേപോലെ ബോൾസാക്കി വെക്കണം. ഒരേപോലെ ബോൾസാക്കിയിട്ട് വെക്കാം. കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. കറക്റ്റാണ്, നനവ് കറക്റ്റാണ്. മാവ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞാൾ ഓർമ്മയാണ്, ഒരു വല്യമ്മയുണ്ട്. ആ വല്യമ്മക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ മാത്രം ഭയങ്കര താല്പര്യം. അടുക്കളയിൽ ആരും കഴിക്കുന്ന പരിപാടിയില്ല. പക്ഷെ ബാക്കി എല്ലാ പണിയും മറ്റേ വലിയ വല്യമ്മമാരെല്ലാം കൂടി എടുത്തു കൊടുക്കും. അത് വല്യമ്മ സത്യം. വല്യമ്മ എപ്പോൾ പണിയെടുത്തുകൊണ്ടാക്കാൻ വല്യമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള പണി അരച്ചു കൊടുക്കൽ, തേങ്ങ ഇരണ്ടുകൾ, കഷ്ണം മുറിച്ച് കൊടുക്കൽ, അതൊക്കെ മറ്റുള്ള വല്യമ്മമാർ ചെയ്യും. ഭക്ഷണത്തിന് പോകുമ്പോൾ നമ്മളെ അന്നേരം പലകയാണ്, ഡൈനിങ് ടേബിളൊന്നും ഇല്ലല്ലോ. അന്നേരം എല്ലാവർക്കും ഓരോ പലകയുണ്ട്. നമ്മളെല്ലാം ഓടിപ്പോയി നമ്മളെ കുഞ്ഞു പലക എടുത്ത് പിടിച്ച് അവിടെ നിൽക്കും. അന്നേരം വിളമ്പിത്തരല് വല്യമ്മ തന്നെയാണ്. എന്നാലേ വല്യമ്മക്ക് തൃപ്തിയാവും. വല്യമ്മ തന്നെ വിളമ്പി തരണം നമുക്ക്. പാലക്കാട് അവർക്ക് പോകണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. നമ്മളെ നല്ല കുറെ കാലമായില്ലേ. എത്രയോ പണ്ട് ചെറുതായിട്ടുണ്ടാകുമ്പോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് വന്നതല്ലേ. അച്ഛൻ അടിച്ചുകൊണ്ട് പോകുന്നു അമ്മമ്മ നാട്ടിലേക്ക്. പിന്നെ അങ്ങോട്ട് അച്ഛൻ വിട്ടിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ മാവ് മൊത്തം ഇങ്ങനെയുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലിയ ബോൾസാണ് ആക്കിയത്. കുറച്ചും കൂടെ ചെറുതാക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ എണ്ണയും തിളച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എണ്ണ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലേ? ഇനി ഇത് കുറച്ചെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ സിമ്മിലാക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇടാം അല്ലേ? നല്ല ഇടണേ, നോക്കണം. അല്ലെങ്കിൽ കൈക്ക് തെറിക്കാതെ നോക്കണം. നല്ല നല്ല ഇട്ടാൽ മതി. ഇത് കണ്ട നമ്മളെ ഇതിപ്പം കറക്റ്റായിട്ട് നമുക്ക് നമ്മളിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് ചോദിച്ചിട്ടില്ലേ? ഒട്ടുമൊന്നുമില്ല, കറക്റ്റാണ്. നമ്മളെ കുഴ കറക്റ്റാണെങ്കിൽ നല്ല ബോള് നല്ല നീറ്റായിട്ടുണ്ടാവും കാണാൻ വേണ്ടി. ലൂസായി പോയാൽ അത് പൊട്ടിപ്പോവും അല്ലേ? പൊട്ടിപ്പോവും. വെള്ളത്തിടുമ്പോൾ തന്നെ അതിങ്ങനെ എണ്ണയിൽ കലങ്ങി പോകും പൊട്ടിയിട്ട്. ഇതിപ്പോൾ കറക്റ്റാണ്, അതുകൊണ്ട് കണ്ട കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു ഗോൾഡൻ നിറം, ലൈറ്റ് ഗോൾഡ് ആവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരാം. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം അല്ലേ? കുറച്ച് നേരം ഇട്ട് പിന്നെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. നിറച്ചുവിടാം. ഞാനിത് ഒരു 4-5 ഇട്ട് നോക്കിയതാണ്. ഇത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇനി പെട്ടെന്നാക്കിയിട്ട് എടുക്കാം ഇങ്ങോട്ട്. പക്ഷേ ഇതാക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മളെ ഇതിനോടൊരു ഇഷ്ടം. ഞാൻ എപ്പോൾ അമ്മേനെ ഓർമ്മ വരും. എനിക്ക് അമ്മേനെയും വല്യമ്മേനെയും പാലക്കാടും ആ ക്ഷേത്രവും കോളും ഒക്കെ എനിക്ക് ഓർമ്മയാവും. അതുകൊണ്ട് ഞാനിത് അധികവും ഇത് ആക്കുമ്പോൾ അങ്ങനെയാണ് ഒരു മനസ്സിൻ്റെ ഒരു ഈ കളർ കണ്ട നമ്മളെ ഇത് ഈ കളറായിട്ടാകുമ്പോൾ നമുക്കിത്
കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്ക് അത് വന്നിട്ടുണ്ടാവും അല്ലേ ഉള്ളിൽ. അപ്പോൾ കോരിയെടുക്കാം. ഇതാ ഓക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കലായി. നല്ലുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ കുറച്ച് നല്ല സോഫ്റ്റ്. നല്ലുണ്ട്. സൂപ്പർ. സിമ്പിൾ അല്ല, എന്നാലും അതിന്റെ രുചി പെട്ടെന്ന് രുചി കൂട്ടുന്നില്ല. തേങ്ങേന്റെ രുചി കുറച്ച് മുന്നോട്ട് നിൽക്കുമ്പോഴാണ് ഈ ചീടക്ക് രുചി. തേങ്ങ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതാ പറഞ്ഞത് ഇന്ന് ഒരു ദിവസത്തേക്ക് മാക്സിമം നാളെ വരെ. ഇനി അത് കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ അമ്മ പറഞ്ഞ് കൈയാക്കി എടുക്കുക. ഇതിനെ വലുതായിട്ട് നമ്മൾ ഈ തേങ്ങ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയതാണെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം. ഒന്ന് കറക്കി എടുത്താൽ മതി. പൊന്നെ നോക്കിയേ, നല്ല കളറായിട്ടുണ്ട്. എണ്ണയൊന്നും അങ്ങനെ കുടിക്കുന്നില്ല. എണ്ണ തീരെ കുടിക്കുന്നില്ല. എണ്ണ കുടിക്കുന്നില്ല. തൊട്ട് നോക്കുമ്പോൾ തീരെ എണ്ണയില്ല. കുറച്ച് ഡ്രൈ ആയിട്ട് ടിഷ്യൂലിട്ട് വെച്ചാൽ തീരെ എണ്ണയില്ല. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ചീട റെഡി ആയിട്ടുണ്ട്. ഫുൾ ഉണ്ടാക്കാൻ ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല അല്ലേ അമ്മ? എല്ലാം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റിൽ ഓൾറെഡി നോക്കി ഞാൻ മാത്രം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുത്താമ്മ. പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പുറത്ത്. നല്ല ക്രിസ്പി. പുക പോകുന്ന ആവി പോകുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയമ്മ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അടിപൊളി അല്ലേ? കറക്റ്റ് പണ്ടാക്കുന്ന പോലെ തന്നെ അതിനാ. പൊന്നെ നോക്കിയേക്കോ. സൂപ്പർ സൂപ്പർ. ചൂടുണ്ട്. ആ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ? അടിപൊളി. ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. ഞാൻ ചായ വെക്കാം അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അമ്മ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അത് നിങ്ങൾക്കായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറേ ആൾ അമ്മേനെ എന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ അമ്മേനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.